നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളൊക്കെ ചാറ്റ് ജിപിടിയിലോ ജെമിനിയിലോ ഒക്കെ പല കാര്യങ്ങളും ചോദിക്കാറുണ്ട്. രഹസ്യമായിട്ടുള്ള കാര്യം മുതൽ പരസ്യമാക്കേണ്ട കാര്യങ്ങൾ വരെ നമ്മൾ ചോദിക്കാറുണ്ട്. ചില ചോദ്യങ്ങളൊക്കെ ആരെങ്കിലും എടുത്തു നോക്കിയാൽ നമുക്ക് തന്നെ നാണക്കേടാകുന്ന ചോദ്യങ്ങളൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്. അവരുടെയൊക്കെ ചാറ്റ് ജിപിടിയിൽ ലിസ്റ്റ് എടുത്തു നോക്കി അല്ലെങ്കിൽ ജെമിനിയിലെ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ നമുക്ക് അവർ എന്തൊക്കെ ചോദിച്ചു എന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഒരു നാണവുമില്ലാതെ നിങ്ങൾക്ക് ആരും നിങ്ങൾ ചാറ്റ് ചെയ്യുന്നത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യം എഐയിലുണ്ട്. ഞാനത് കാണിച്ചു തരാം. നിങ്ങൾക്ക് വളരെ മോശപ്പെട്ടതൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ, രഹസ്യമായിട്ട് അറിയേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ചാറ്റ് ചെയ്യാൻ സാധിക്കും. ആ ഒരു ചാറ്റ് പിന്നെ ഹിസ്റ്ററി സേവ് ചെയ്യില്ല ചാറ്റ് ജിപിടി. ഇപ്പോൾ ഞാനത് കാണിച്ചു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാറ്റ് ജിപിടിയിലാണ് ഈ ഒരു കാര്യം ഞാൻ കാണിച്ചിരുന്നത്. ചാറ്റ് ജിപിടി ജെമിനിയേക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് നമുക്ക് ചാറ്റ് ജിപിടിയിലാണ് കാര്യങ്ങൾ ചോദിക്കാനും വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടാനൊക്കെ ഉപയോഗിക്കുന്നത് ചാറ്റ് ജിപിടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാറ്റ് ജിപിടിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ടിപ്സ് പരിശോധിക്കുന്നതിന് മുമ്പായി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. ഞാനിവിടെ ചാറ്റ് ജിപിടി ഓപ്പൺ ചെയ്യാണ്. ചാറ്റ് ജിപിടി ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെ സാധാരണ നമ്മൾ കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. ഈ ചാറ്റ് ജിപിടിയുടെ ഇടത് ഭാഗത്തുള്ള ഈ 2 ലൈനിൽ നമ്മളിവിടെ കാണുന്ന ഇടത് ഭാഗത്തുള്ള ഈ 2 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ചാറ്റ് ജിപിടിയോട് ചോദിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാനും മാത്രമല്ല ഇവിടെ ഇമേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ എന്തൊക്കെ ഇമേജുകൾ ചാറ്റ് ജിപിടിയോട് ചോദിച്ചു അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തു എന്നൊക്കെ ആർക്ക് വേണമെങ്കിലും കാണാൻ സാധിക്കും. എന്നാൽ ചാറ്റ് ജിപിടി നമുക്ക് രഹസ്യമായിട്ട് ചോദിക്കാനുള്ളൊരു ഓപ്ഷൻ ഉള്ളത് ഇവിടെ വലതു ഭാഗത്ത് ചെറിയ റൗണ്ട് കാണാൻ സാധിക്കും. ഈ കാണുന്ന റൗണ്ട് ബട്ടൺ, ഈ റൗണ്ട് ബട്ടണിൽ ഈ ചാറ്റ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾക്ക് ഇവിടെ മെസ്സേജ് കാണാം. ടെമ്പററി ചാറ്റ് എന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ടെമ്പററി ചാറ്റ് എന്നാണ് കാണുന്നത്. അതായത് നമുക്ക് ഇവിടെ നമ്മൾ ചാറ്റ് ചെയ്യുന്നത്, ഇനി നമ്മൾ ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചാറ്റ് ജിപിടി സേവ് ചെയ്ത് വെക്കില്ല. അതായത് ചാറ്റ് ജിപിടി ആപ്പ് ആരെങ്കിലും ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാറ്റ് ജിപിടിയിൽ അത് നിങ്ങൾക്ക് അത്തരത്തിൽ ഹിസ്റ്ററി ഒന്നും സേവ് ചെയ്ത് വെക്കില്ല. അത് മറ്റൊരാൾക്ക് പിന്നീട് കാണാൻ സാധിക്കില്ല. ഇതുകൊണ്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചില തുടർച്ചയായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നും നാളെയും മറ്റന്നാളൊക്കെ നിങ്ങളിങ്ങനെ അതിൻ്റെ ബാക്കി തുടർച്ചയായി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഇവിടെ കിട്ടില്ല. കാരണം നിങ്ങൾ ഒരു തവണ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളതിൽ നിന്ന് ഒഴിവായിപ്പോയാൽ അല്ലെങ്കിൽ ബാക്ക് അടിച്ച് പോയാൽ ആ ചാറ്റിൻ്റെ ഹിസ്റ്ററി അവിടെ സ്റ്റോപ്പാകും. പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി തുടർച്ച കിട്ടില്ല. വീണ്ടും പുതുതായിട്ട് ചാറ്റ് ജിപിടിയോട് ചോദിച്ച് വീണ്ടും കാര്യങ്ങൾ ചാറ്റ് ജിപിടിയെ ബോധ്യപ്പെടുത്തി വീണ്ടും ചാറ്റ് ചെയ്യേണ്ടി വരും. നേരത്തെ നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ചാറ്റ് ജിപിടിയിലെ ചാറ്റുകൾ നമ്മളൊരു മെസ്സേജ് അയച്ചു, അതിൻ്റെ റിസൾട്ട് കിട്ടി, അതിനുശേഷം നിങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ സംശയം ഉണ്ടെങ്കിൽ അതേ ചാറ്റ് വീണ്ടും ഓപ്പൺ ചെയ്താൽ അതിന് താഴെ നിങ്ങൾ എന്താണോ അടുത്ത സംശയമെങ്കിൽ അത് ചോദിച്ചാൽ തുടർന്ന് അതിൻ്റെ റീപ്ലൈ കിട്ടും. കാരണം നമുക്ക് 1 by 1 ആയിട്ട് മുകളിലുള്ള അതേ ഡാറ്റകൾ വെച്ച് ചാറ്റ് ജിപിടി നമുക്ക് അതിൻ്റെ റിസൾട്ടുകൾ നമുക്ക് തരും. പക്ഷേ ഇവിടെ പുതിയ ചാറ്റിലേക്ക് ആണ് നമ്മൾ ഓരോ തവണ നമ്മൾ പ്രവേശിക്കുക. അതുകൊണ്ട് തന്നെ ചാറ്റുകൾ റെക്കോർഡ് ചെയ്യുന്നില്ല ചാറ്റ് ജിപിടി. അപ്പോൾ തീർച്ചയായിട്ടും രഹസ്യമായിട്ടൊക്കെ 1 ടൈം ചാറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഈ ഫീച്ചർ ഉപയോഗിക്കാം. ഈ ഒരു ചാറ്റ് ജിപിടിയുടെ ടെമ്പററി ചാറ്റ് നിങ്ങൾക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മുകളിൽ വലതുഭാഗത്തുള്ള ഈ റൗണ്ട് ബട്ടണിൽ ഒരു ടാപ്പ് കൊടുത്താൽ മതി. പഴയതുപോലെ നമ്മൾ നേരത്തെ ചാറ്റ് ചെയ്ത പോലെ ചാറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് രഹസ്യമായി ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിലുള്ള ഈ റൗണ്ട് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക, എന്നിട്ട് ചാറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി അതേ ആ റൗണ്ടിൽ വീണ്ടും ഒരു ടാപ്പ് കൂടി കൊടുത്താൽ മതി. അതിൽ നിന്ന് എക്സിറ്റ് ആകാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങളുടെ ചാറ്റ് ജിപിടി ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫീച്ചറുകളൊക്കെ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.